ഹായ് ഫ്രണ്ട്സ്, ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ പരസ്യം ചെയ്യണോ ചെയ്യണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇതിൻ്റെ ആവശ്യകത എത്രമാത്രം വലുതാണെന്ന്? ചെറുകിട സ്ഥാപനങ്ങളായാലും വൻകിട കോർപ്പറേറ്റ് ബിസിനസ്സുകാരാണെങ്കിലും അവരുടെ പല രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ ടി വി മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൊക്കെ നമുക്ക് വളരെയധികം കാണാൻ പറ്റും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈവ് പ്രസൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷോർട്ട് വേ ആണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലൈവിലുണ്ട് എന്നതിൻ്റെ സൂചന നൽകലാണ് ഓരോ പരസ്യങ്ങളും. അത് ചെറിയ ഷോപ്പുകളിലേക്ക് വന്നാൽ പോലും, നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഷോപ്പ് ബിസിനസ്സുകളില്ലേ, ഷോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ റൂം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സില്ലേ, അതിൽ വരെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരുപക്ഷെ ഞാൻ ഇന്നൊരു ഷോപ്പ് ഇട്ടിരിക്കുകയാണെങ്കിൽ എനിക്കറിയാം ഈ ഷോപ്പ് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അതറിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം നമ്പർ ഓഫ് ബിസിനസ്സുകൾ ഒരു അങ്ങാടി ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ബേസ് ചെയ്തിട്ട്, ഒരു ടൗൺ ബേസ് ചെയ്തിട്ട് ഉണ്ടാവും. ആ നമ്പർ ഓഫ് ബിസിനസ്സിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ നൽകുന്ന പരസ്യങ്ങൾ. ചെറുകിട പരസ്യങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് നമ്മുടെ പ്രസൻസ് എത്തിക്കാനുള്ള വഴി മാത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളെ പ്രസൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്ലി അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തീമുകൾ കണ്ടെത്തുകയും ചെയ്യണം. പരസ്യം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമല്ല, അത് ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാനുള്ള കണ്ടൻറ്റുകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരസ്യം നിങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പല ചാനലുകളിലും പലതരത്തിലുള്ള ബിസിനസ് ഫേംസുകളുടെ, ബിസിനസ് കൺസേണുകളുടെ പരസ്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അവരൊക്കെ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ്സിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പരസ്യം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളുടെ ചെലവിൻ്റെ ഒരു ഭാഗം പരസ്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. അത് നിങ്ങളെ ബാക്ക്വേർഡ് സ്ട്രെങ്ത് കൂട്ടും. ഓക്കെ, അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. പുതിയ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആ ക്ലാസ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്കും എനിക്കും കിട്ടാനുള്ള പുതിയ മാധ്യമങ്ങളായിട്ട് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ്ഫുൾ ആകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എനിവേ താങ്ക് യു. Anyway, thank you for watching. Please support me.